അങ്ങനെ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ലുക്കായിക്കാ? അപ്പോൾ വെട്ടിയ മുടിയാണ് ഈ കാണുന്നത്. ഏതാണ്ട് ഒരു 30 സെൻറ്റിമീറ്ററിൽ ലെങ്ത്ത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫോർ മുത്തു ടോക്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതാണ്ട് ഒരു 2.5-3 വർഷമായി ഞാൻ മുടി വെട്ടിയിട്ട്. അപ്പം ലോക്ക്ഡൗൺ സമയത്ത് ബാർബർ ഷോപ്പൊക്കെ അടിച്ച സമയത്താണ് മുടി വെട്ടാതിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ട് മുടി നീട്ടിയതായിരുന്നില്ല. ബാർബർ ഷോപ്പ് തുറക്കാതായപ്പോൾ മുടി നീണ്ട് അങ്ങനെ വന്നതാണ്. പിന്നെ കുറേ മുടി ആയപ്പോൾ പിന്നെ എന്തായാലും വെട്ടേണ്ട, അത് ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തപ്പോൾ നല്ലപോലെ കെയർ ചെയ്ത് മുടി ചുരുളാതെ കൊണ്ട് നടന്നതാണ്. അപ്പം ഇപ്പോൾ വെട്ടുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മുടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് മുടി. അപ്പോൾ ഇത്രയും ചുരുളാതെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ 2-2.5 വർഷം ഞാനിത് മുടി കെയർ ചെയ്ത് കൊണ്ട് നടന്നത്. ഒരുപാട് കെയർ ചെയ്യണം മുടി. കാരണം ആൾക്കാർ കാണുമ്പോൾ ചോദിക്കും വെട്ടാനില്ലേ വെട്ടുന്നില്ലേ. പക്ഷെ അതിനേക്കാളും റിസ്ക്കാണ് മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നത് തന്നെ. വെട്ടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതും എണ്ണമയുള്ള മുടിയാണെങ്കിൽ നമ്മളത് ഷാമ്പൂ ഇട്ട് കഴുകി വൃത്തിയാക്കി ഇതിലുള്ള എണ്ണമെഴുക്കൊക്കെ പോക്കിയെടുക്കണം. അപ്പോൾ അതിനുശേഷം നേരെ ബാർബർ ഷോപ്പിലോട്ട് പോകണം. ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലുള്ളത്. ആദ്യം കുളിക്കണം, കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ബാർബർ ഷോപ്പിലോട്ട് പോകും. അപ്പോൾ കുളിക്കാൻ പോയിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കുള്ള വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്തു. അങ്ങനെ മുടിയൊക്കെ നനഞ്ഞതിന് ശേഷം നല്ലപോലെ ഷാമ്പൂ തേച്ച് തലയിലോട്ട് പിടിപ്പിക്കുകയാണ്. തലയിൽ നല്ലപോലെ ഷാമ്പൂ പിടിപ്പിച്ചതിന് ശേഷം തലയിലുള്ള ചളിയും അതുപോലെ തന്നെ എണ്ണ വൈക്കും ഇതൊക്കെ പോക്കിയിട്ട് നല്ല വെള്ളത്തിൽ കുറേ പ്രാവശ്യം കൈ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുടി വെട്ടി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഗൈസ്, ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് തല തോർത്തിയെടുക്കുക. കാരണം മുടി ഒരുപാടുള്ളതുകൊണ്ട് തന്നെ തോർത്താൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പിൽ വേറെ ആളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നീണ്ട 3 വർഷത്തിന് ശേഷം മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാർബർ ഷോപ്പിലോട്ട് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാനിപ്പോൾ മുടി വെട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിലുള്ള ബബീ ചേട്ടൻ്റെ ബാർബർ ഷോപ്പിലാണ്, ബാലുസ് ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ ഇവിടെ എല്ലാവരും AC ഒക്കെ ഇട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഷിയാബൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ സവാദും കൂടെയാണ് വന്നത്. അതുപോലെ തന്നെ ബബീ ചേട്ടനുണ്ട്. പിന്നെ ഉച്ച സമയത്തായതുകൊണ്ട് ആരുമില്ല, തിരക്ക് പറഞ്ഞ സമയം നോക്കി വന്നായിരുന്നു. അങ്ങനെ വെട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ മുടി ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾ അവരിത് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മാത്രം പോകും. അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ബബീഷറിന് ഓൾറെഡി ഇങ്ങനെ മുമ്പ് ഒരുപാട് ആൾക്ക് വെട്ടിക്കൊടുക്കുന്നത് എനിക്കറിയാവുന്നതാണ് ഞാനിവിടെ വന്നത്. അപ്പം നമ്മൾ മുടി എന്ത് ചെയ്യണം, ഓരോ കൊമ്പുകളാക്കി വേർതിരിച്ചെടുത്തതിന് ശേഷം അതിൽ റബ്ബർ ബാൻഡിട്ട് കുടിക്കിയതിന് ശേഷം ആ മുടി അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഒരേ ലെങ്ത്തിൽ മുടി കിട്ടാൻ ചാൻസ് കുറവാണ്, പല ലെങ്ത്തായി പോവും. അതിന് വേണ്ടിയിട്ടാണ് മുടി ഇങ്ങനെ ഓരോ കൊമ്പുകളാക്കിയതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി റബ്ബർ ബാൻഡൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കൊമ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അപ്പം നല്ലപോലെ കുളിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് വന്നുകൊണ്ട് തന്നെ മുടിക്ക് അത്യാവശ്യം റെഡ് കളർ ഫീൽ ചെയ്യുന്നുണ്ട്. മുടി നല്ല ബ്ലാക്ക് കളറായിരുന്നു. അപ്പം ഷാമ്പൂ ഇട്ട് കുളിച്ചുകൊണ്ടാണ് റെഡ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എണ്ണ തേക്കാതെ കുളിക്കാറില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മുടിയൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ മുടി കെയർ ചെയ്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അവരെ മുടി പെട്ടെന്ന് വിഗ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യാതൊരുവിധ കെമിക്കലും ഹെയർ ക്രീമുകൾ കാര്യങ്ങളും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് മുടി വളർത്തിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ഈ മുടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഫറൂഖിലുള്ള മിറാക്കിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് വിഗ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ചാരിറ്റി ചെയ്യുന്ന ടീമിനാണ്. അവർ ഓൾറെഡി ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് വിഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജാണ് ഇപ്പോൾ കാണിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജ് കയറിയതിനു ശേഷം അവർ കോൺടാക്ട് നമ്പർ തരും. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എങ്ങനെയാണ് നീട്ടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വെട്ടേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയ്സൊക്കെ മുടി നീട്ടുമ്പോൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾ ചെറുപ്പം മുതലേ മുടി നീട്ടുന്നുണ്ട്. അവർക്ക് മുടി നീട്ടുന്നതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ബോയ്സിന് അങ്ങനെയല്ല. മുടി നീട്ടുമ്പോൾ പെരടിയുടെ ഭാഗത്തൊക്കെ ചൊറിച്ചിലും അതുപോലെ തന്നെ അസ്വസ്ഥതകളും ചൂടും ഇതൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇറിറ്റേഷനൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടിയാണ് അതൊന്നും ഞാൻ മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, 3 വർഷമായി. കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ 2020 അവസാനമായിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 3 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പം മുടി വെട്ടി കൊടുക്കുന്നത്. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന മുടിയുടെ പരമാവധി ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്ററാണ്. 30 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കറക്റ്റുള്ള വിഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കുറഞ്ഞ മുടി നിങ്ങൾ മുറിച്ച് കൊടുക്കുന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വെട്ടിക്കൊടുക്കരുത്. നിങ്ങൾ മാക്സിമം 30 സെൻറ്റിമീറ്റർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് വരാനുള്ള കുറച്ച് മുടി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഗൈസ്, ആദ്യത്തെ മുടി കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു സന്തോഷം മുഖത്തുണ്ട്. നമ്മളെ ഒരുപാട് കാലത്തെ ആഗ്രഹിച്ച കാര്യമാണ് ഇന്ന് നടക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയല്ലേ.
ഓക്കെ, ഞാൻ മെയിനായിട്ട് ഈ ഒരു ഹെയർ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കറിയാം മുടി കൊയ്യുമ്പോഴുള്ളൊരു സങ്കടവും ഇതൊക്കെ വിഷമമൊക്കെ. അപ്പം ക്യാൻസർ രോഗികൾക്ക് ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് മുടി കൊഴിച്ചിട്ട് നമ്മൾ ഒരുപാട് പേര് മുട്ട മേടിച്ചതും അല്ലാതെ മുടി ഇല്ലാതെ കഷണ്ടി ആയതൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേരെ കാണാനിടയുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു മുടി കൊഴിച്ചിൽ വരുമ്പോഴുള്ള സങ്കടത്തിൻ്റെ എത്ര ഇരട്ടിയായിരിക്കും അവർക്ക്. അസുഖമുള്ളതും പിന്നെ അതിൻ്റെ ഒപ്പം ഈ മുടി കൊഴിഞ്ഞതും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി നമ്മൾ കൊടുക്കുന്ന വ്യക്തികളത് യഥാർത്ഥത്തിൽ അങ്ങനെ അതിൻ്റെ അവകാശികളിലേക്ക് എത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കറക്റ്റ് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവർക്ക് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുക. കാരണം ഇതൊരു ബിസിനസ്സാണ്. ഒരുപാട് പേര് ഇതിൻ്റെ പിറകിൽ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇനി അല്ലാതെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞാൽ ആകെ ഒരു കോലായിരിക്കും. അപ്പോൾ ആ വെട്ടിയതിന് ശേഷമുള്ള മുടിയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. അങ്ങനെ ഇതാ രണ്ടാമത്തെ കൊമ്പും വെട്ടിയെടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടാണ് ഈ ഒരു മുടി വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ മുടി ഡൊണേറ്റ് ചെയ്യണം. കാരണം നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. കാരണം നാളെ നമുക്കിതും എപ്പോഴും വരില്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മൂന്നാമത്തെ കൊമ്പും സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കൂടുതൽ പേരും കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന മിറാക്കിൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ ഒരു ബിഗ് ബാങ്കിനാണ് എല്ലാവരും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതാ എൻ്റെ 3 കൊമ്പും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തിയ മുടി അങ്ങനെ വെട്ടിയിരിക്കുകയാണ്. ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയും മുടി വളരുമല്ലോ, വളരാത്ത സാധനമല്ലല്ലോ. അപ്പോൾ ഇനി ഇതുപോലെ വളർത്തണം ഇൻഷാ അല്ലാഹ്. ഇനിയും കഴിയെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് എതിർപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ഒരു സപ്പോർട്ട് ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യത്തിനായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെക്കാളും സങ്കടം ഉണ്ടായിരുന്നു നമ്മുടെ ബബീഷ് ചേട്ടൻ പോലെ തന്നെ ഷിയാബ് കാക്കു, സവാദിനും പിന്നെ ഒരു കൂടെയുള്ള ഒരു സ്റ്റാഫിനൊക്കെ നല്ലപോലെ സങ്കടം ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നല്ല ചുരുളാതെ മുടി വളർത്തിക്കൊണ്ടുവന്നല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് വെട്ടുമ്പോഴുള്ളൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ എനിക്കും വലിയൊരു സന്തോഷം കാര്യം ഉണ്ടായിരുന്നു. ഇതാണ് വെട്ടിയെടുത്ത മുടി. ഇത് കവറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരെ പോവാണ് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കണം, കുറേ സമയമായി, രാവിലെ വന്നാട്ടോ. എന്നാൽ പോവാ. പോട്ടെ. അപ്പോൾ ഗൈസ്, മുടി വെട്ടി അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ കൊയിലാണ്ടിക്ക് പോകണം. ഇതവിടെ ഡൊണേറ്റ് ചെയ്തിട്ട് അഡ്രസ്സിൽ അയച്ചിട്ട് വരാം. അപ്പോൾ വെട്ടിയ മുടിയാണ് ഈ കാണുന്നത്. ഏതാണ്ട് ഒരു 30 സെൻറ്റിമീറ്ററിൽ ലെങ്ത്ത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മുടി നീട്ടിയതിന് ശേഷം വെട്ടി കൊടുക്കുക. അപ്പോൾ ഗൈസ്, മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ലുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, അൽഹംദുലില്ലാ 3 വർഷം കൊണ്ട് അങ്ങനെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അതിന്ന് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് പേര് എന്നെ കളിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല. കാരണം അവർ കാര്യം അറിയാതെ ആയിരുന്നു ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ എന്തായാലും 3 വർഷം കൊണ്ട് അങ്ങനെ മുടി വെട്ടി ഇന്ന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കൊയിലാണ്ടിയിലാണ്. ഇവിടെ കൊറിയർ അയക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേരിട്ട് കൊണ്ടു കൊടുക്കണം. ഫറൂഖിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്, വിങ് ബാങ്ക് കാലിക്കറ്റ്. അപ്പം ഇവർ ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ഇങ്ങനെ മുടി വാങ്ങിച്ചിട്ടത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്ന മുടി വിഗ് ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള 12 പേര് ഇങ്ങനെ മുടി കൊടുക്കുമ്പം ഒരാൾക്കത് ഫ്രീ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ നാച്ചുറൽ മുടി കൊണ്ടുണ്ടാക്കുന്ന വിഗിന് ഭയങ്കര പൈസ ആയിരിക്കും.
അപ്പം നമ്മളിങ്ങനെ കൊടുക്കുമ്പം ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും ഞാനിപ്പോൾ കൊറിയർ ഓഫീസ് വന്നത് ഇപ്പം തൂക്കം കാര്യങ്ങൾ കാണുന്നതിന് ശേഷം കവറിലിട്ടിട്ട് കൊറിയർ അയക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ വണ്ടി വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഇതിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. ഇതാണ് ഞാൻ അയക്കാൻ വേണ്ടി കൊണ്ടുവന്ന മുടി. ആ കാണുന്ന ഓഫീസിലോട്ടാണ് പോകുന്നത്. അവിടെ കാണുന്ന ബിൽഡിങ്ങിൽ പ്രൊഫഷണൽ കൊറിയർ സർവീസ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇനി അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്യണം. ഇതിൻ്റെ അടുത്താണ് ഈ ഒരു ഓഫീസിൽ നിന്ന് നേരെ അവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് കൊറിയർ അയക്കണം. അങ്ങനെ ഞാൻ കൊറിയർ ഓഫീസിലെത്തി. അവിടെ നിന്നൊരു കവർ വാങ്ങിച്ചു. കവറിൽ ഞാൻ എൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ എങ്ങോട്ടാണ് അയക്കേണ്ടത് അവിടുത്തെ അഡ്രസ്സൊക്കെ എഴുതിയതിന് ശേഷം അവർക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. അപ്പോൾ അവർ നല്ലപോലെ അത് പാക്ക് ചെയ്തതിന് ശേഷം തൂക്കി നോക്കിയിട്ട് എത്രയാണ് തൂക്കം വരുന്നത് അതിൻ്റെ ചാർജ് നമ്മൾ അടക്കണം. അപ്പോൾ എൻ്റെ മിനിമം ചാർജ് ഒരു 50 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്ന് തൂക്കി നോക്കട്ടെ എത്ര വരും എന്നറിയില്ല. അപ്പോൾ ഇവർ നല്ലപോലെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ എത്തുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള കൊറിയറിൻ്റെ റെസിപ്റ്റാണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മിനിമം ചാർജ് 50 രൂപയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് റെസീറ്റ് വരുന്നത്. അപ്പോൾ മിനിമം ചാർജ് ആയിട്ടുള്ള 50 രൂപയാണ് എൻ്റെ അടുത്ത് അവർ വാങ്ങിയത്. അപ്പോൾ എന്തായാലും എൻ്റെ മുടി ഒന്ന് തൂക്കി നോക്കാം എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ത്രാസിൽ വെച്ചാണ്. അപ്പോൾ 160 ഗ്രാമാണ് മൊത്തം മുടിയുള്ളത്. അപ്പോൾ ഇനി നേരെ അവരെ കയ്യിലോട്ട് കൊടുക്കാം. സ്ലിപ്പ് കൊണ്ടാണല്ല ഇല്ലല്ലേ? ഒന്നേ ഡൗട്ടിൻ്റെ ഓലയിൽ വിളിക്കൂലേ? ശരിയാ. അങ്ങനെ എൻ്റെ മുടി നമ്മളിവിടെ കൊറിയർ ഓഫീസിൽ വന്നിട്ട് കൊറിയർ അയച്ചിരിക്കുകയാണ്. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ എന്താ പറയുക നല്ലൊരു കാര്യം സഫലമായിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല കാര്യം ചെയ്യാൻ പറ്റിയാൽ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ അറിയിക്കട്ടോ. അപ്പം ഇതേപോലെ മുടി ഡൊണേറ്റ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക്. ഇറ്റ്സ് മീ മുസ്തഫ മുത്തു.